ഉള്ള സഹോദരങ്ങളെ, അല്ലാഹുവും അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇഷ്ടപ്പെടുന്ന, അവരുടെ സ്നേഹം ലഭിക്കുന്ന അല്ലാഹുവിൻ്റെയും ഹബീബിൻ്റെയും പ്രത്യേകമായ മഹബ്ബത്തിലായി ജീവിച്ച് അങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഅ്മിനീങ്ങളായ എല്ലാവരും. അല്ലാഹു തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുമ്പോൾ അല്ലാഹു നമുക്ക് തന്ന സ്നേഹത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയവരാണ് ഔലിയാക്കൾ എന്ന് നമ്മൾ പറയുന്നത്. അവർ ഔലിയാഉല്ലാഹ്, വലിയുല്ലാഹ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അവര് മനസ്സിലാക്കിയതാണ്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ തഖ്വയും ഈമാനും വർദ്ധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിൽ നിന്ന് എത്ര കണ്ട് അകലം പാലിക്കുന്നുവോ അവൻ തിന്മയിലേക്ക്, നന്മയിൽ നിന്ന് ഒരുപാട് അകലങ്ങൾ അവൻ ദൂരെയായിക്കൊണ്ടിരിക്കും. പകരം അള്ളാഹുവിലേക്ക് അടുക്കുന്ന മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ ഓർക്കുമ്പോഴേക്ക് ഓരോ നന്മയും വർദ്ധിപ്പിക്കാൻ അനുനിമിഷം അവൻ സമയം കാണുമെന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. മനുഷ്യന് എപ്പോഴും തിരക്കാണ് വേണ്ടത്. തിരക്കില്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വലിയ ആളുകളൊക്കെ അവരെല്ലാ സമയവും ഇൽമിന്റെയും ജനോപകാരപ്രദമായ കാര്യങ്ങളാലും വെറുതെ സമയം കളയാതെ പോയി എന്നുള്ളതാണ് അവരൊക്കെ മഹാന്മാരായത്. അള്ളാഹുവിൻ്റെ ആ ഒരു തൃപ്തിയിലായിട്ട് സമയത്തെ മുഴുവനായിട്ട് ചെലവഴിക്കാൻ പറ്റി. അള്ളാഹിനെ അറിയുന്നതിനനുസരിച്ച് സമയം മതിയാകൂല. എത്ര കണ്ട് അള്ളാഹുവിനെ അറിയുന്നുവോ അതിനനുസരിച്ച് അവന്റെ സമയത്തിന് അവന് എത്ര ഇബാദത്തെടുത്തു കഴിഞ്ഞാലും സമയം മതിയാവൂല. നിസ്കരിച്ചിട്ട് മതിയാകാത്ത എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഖബറിന്ന് നിസ്കരിക്കാൻ അവസരം തരുമോ എന്ന് ദുആ ചെയ്തവരുണ്ട്. കാരണം അള്ളാഹുവിനെ ശരിക്കങ്ങ് മനസ്സിലാക്കുമ്പോൾ ഇതൊന്നും മതിയാകൂല. അതുകൊണ്ടാണ് ഈ ഔലിയാക്കൾ എന്ന് നമ്മൾ വിളിക്കുന്നവരുടെ ജീവിതത്തെ പരിധി നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയ ആളുകളൊക്കെ അള്ളാഹുവിനെ ഏറ്റവും നന്നായിട്ട് ഓർമ്മിക്കാനുള്ള അവസരമാണല്ലോ നിസ്കാരം എന്നുള്ളത്. അപ്പൊ ആ നിസ്കരിച്ചിട്ട് പൂതി തീരാതെ ഇനിയും നിസ്കരിക്കാൻ അവസരം തരണേന്ന് ദുആ ചെയ്ത് ഖബറിലെത്തിയാലും നിസ്കരിക്കാൻ അവസരം തരണം എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരുണ്ട്. താബിഉകളിൽപ്പെട്ട മഹാനായ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വലിയ മഹത്വമുള്ള ആളാണ്. താബിഉകളിൽ പ്രധാനിയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ എപ്പോൾ കാണുമ്പോഴും കൈ പിടിച്ച് ചുംബിക്കാറുണ്ട്. കാരണം ആ കൈ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്പർശിച്ച, അവിടത്തോടുകൂടെ 10 കൊല്ലത്തോളം താമസിച്ച അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയാണ്. ആ കൈ പിടിച്ചു ചുംബിക്കും എപ്പോ കണ്ടാലും. ചിലപ്പോഴേക്ക് അനസ് റളിയല്ലാഹു അൻഹു കയ്യിൽ അത്തർ തേച്ച് നടക്കും. ഈ സാബിത്തുൽ ബുനാനി തങ്ങളെ പോലെ വേറെ ചില സ്വഹാബികളൊക്കെ കണ്ടാൽ ആ കൈ പിടിച്ച് ഉടനെ മുത്തും. അപ്പൊ പിന്നെ ആളുകൾ ഈ കൈ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത്തർ പുരട്ടി നടക്കാറുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായപ്പോ ആളുകൾ ഒരുമിച്ചുകൂടി സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിനെ ജനാസ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞു. ഖബറിലേക്ക് എടുത്തു വെച്ച് ഖബറിന്റെ മേലെ മൂടുകല്ല് വെച്ച് ജനങ്ങളെല്ലാം ചുറ്റും ഒരുമിച്ച് കൂടി ഇങ്ങനെ നിൽക്കുമ്പോ മൂടുകല്ലിൽ നിന്ന് ഒരു കല്ല് താഴോട്ട് വീണുപോയി. ഒരു കല്ല് താഴെ വീണു. ഖബർ കുഴിക്കുന്ന ആളില്ല. ഒരാൾ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് ആ കല്ലെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു ഖബറിൽ വെച്ച് നിസ്കരിക്കുകയാണ്. പിരിഞ്ഞിട്ടില്ല ആളുകൾ. വെച്ച് ഖബറിന്റെ മേൽ മൂടുകല്ല് വെച്ചിട്ടേ ഉള്ളൂ.
മിൻഹാ ഖലഖനാകും എന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ടിട്ടില്ല. വെച്ച കല്ല് താഴെ വീണപ്പോഴേക്ക് എടുക്കാനിറങ്ങി ജനാസയുടെ കർമ്മങ്ങൾ കഴിഞ്ഞ് ദഫ്ന് ചെയ്ത് ദുആ ചെയ്ത് പിരിഞ്ഞു പോയിട്ടില്ല. അതിന് തൊട്ടു മുമ്പ് തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. നിസ്കരിച്ചിട്ട് മതിവരാത്ത മഹാനവറുകൾ ഖബറിൽ നിസ്കരിക്കുകയാണ്. പക്ഷേ ഖബറിൽ വെക്കുന്ന ആളുകൾക്ക് പേടിയായി. അവര് വേഗം കല്ല് വെച്ച് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് വീട്ടിൽ പോയിട്ട് മഹാനവറുകളുടെ മകളോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച ഉപ്പയുടെ ഖബറിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആ സമയത്ത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിന്റെ മകള് പറഞ്ഞു, എനിക്കതിൽ അശേഷം അത്ഭുതമില്ല. കാരണം എന്റെ ഉപ്പ കഴിഞ്ഞ ഏറെ നാളുകളായി ദുആ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻത അഅതൈത അഹദൻ സ്വലാത ഫീ ഖബ്രിഹി, ഏതെങ്കിലും ഒരാൾക്ക് ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ നീ അവസരം കൊടുക്കുമെങ്കിൽ അല്ലാഹുവേ ഫഅഅതിനീഹാ, എനിക്ക് ആ അവസരം തരണേ. മരണത്തോടുകൂടെ മുഅ്മിനീങ്ങളെ പിന്നെ കൽപ്പനയുടെ ലോകമല്ലല്ലോ. മരിക്കുന്നത് വരെയല്ലേ നമ്മളോട് അല്ലാഹു കൽപ്പിക്കുന്നുള്ളൂ. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് നൽകണം, കള്ള് കുടിക്കരുത്, വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത്, ഹറാമിലേക്ക് നോക്കരുത്, മറ്റൊരുത്തനെ വേദനിപ്പിക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും നടപ്പിലാകുന്ന ലോകമേതാണ്? അത് മരണം വരെയുള്ള ഭൗതികമായ ലോകമാണ്. മരണത്തിനു ശേഷം നിസ്കാരമില്ല. മരണത്തിനു ശേഷം അങ്ങനെ ഒരു കൽപ്പന അല്ലാഹുവിൽ നിന്നില്ല. മരണശേഷം ഇവിടെ പണിയെടുത്തതിന്റെ പ്രതിഫലം സ്വീകരിക്കുന്ന ഭൂമി ഇടങ്ങളാണ്, വീടുകളാണ്. ആ ഖബറിൽ ഇവിടെ അധ്വാനിച്ചവന് സന്തോഷത്തോടെ കിടക്കാനുള്ളതാണ്. പക്ഷേ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖബറിലും നിസ്കാരത്തിലാണ്. എന്താണതിനു കാരണം? പടച്ച റബ്ബുമായുള്ള വല്ലാത്ത ആത്മബന്ധമാണ്. അല്ലാ എന്ന ചിന്ത മഹാനവറുടെ ഖൽബിൽ വന്നതുകൊണ്ടാണ്. പടച്ചവനോട് സംവദിക്കാനുള്ള, സംസാരിക്കാനുള്ള സൗഭാഗ്യത്തിന്റെ നിമിഷമാണല്ലോ നിസ്കാരം. നിസ്കാരം എന്നുള്ളത് അല്ലാഹുമായുള്ള മുനാജാത്തിന്റെ വേദിയാണ്. നാം നിൽക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, എന്നെ ഇതാ അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ നിസ്കാരം തുടങ്ങുന്നത്. ആ നിസ്കാരത്തിൽ ലഭിക്കുന്ന ആനന്ദം മറ്റൊന്തൊന്നുകൊണ്ടും ലഭിക്കുന്നില്ല. അതുകൊണ്ട് മഹാനവറുകളുടെ പ്രാർത്ഥന, ഇവിടുന്ന് എനിക്ക് കിട്ടിയ സന്തോഷം മരണത്തിനു ശേഷവും ലഭിക്കണേ അല്ലാ. ആ മഹാനവറുകൾ ഖബറിന്ന് നിസ്കരിക്കാൻ. എന്തുകൊണ്ടാണത്? അല്ലാഹ് എന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ്. അപ്പോഴേ ഇവരൊക്കെ ഔലിയാക്കളാവുള്ളൂ, അപ്പോഴേ മഹാനാവുള്ളൂ. സമയത്ത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും, ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തും അല്ലാഹ് എന്ന ചിന്ത ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേറെ പലയിടത്തും പോയിരിക്കും. എല്ലാവർക്കും എല്ലാത്തിനും ഭാഗ്യം കിട്ടൂലല്ലോ. ഒരു തൗഫീഖ് വേണം. തൗഫീഖ്, അല്ലാഹുവിൽ നിന്നുള്ള നന്മ ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു തരൽ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആ ആണല്ലോ. നിസ്കാരത്തിന് ശേഷം ദുആരിക്കാൻ വേണ്ടി മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മുആദ്, യാ മുആദ്, യാ മുആദ്, ഇന്നി ഉഹിബ്ബുക. മുആദേ, ഞാൻ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഇത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാൻ, നിന്നോട് എനിക്ക് പെരുത്തിഷ്ടമാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ലാ തദഅന്ന ഫീ കുല്ലി ദുബ്രി സ്വലാ ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ, നീ എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം ഈ പറയുന്ന വാചകം ഉപേക്ഷിക്കാൻ പാടില്ല. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ തൗഫീഖി
വഹുസ്നി ഇബാദതിക് എന്നുള്ള ദുആ നീ എപ്പോഴും വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ ഓർമ്മിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയാണ്. ആ അവസരം ചോദിച്ചു വാങ്ങുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. തൗഫീഖ് ത്വാഅതിക് എന്നുണ്ട്, അത് ഈ ഹദീസിൽ കാണുന്നില്ല. പക്ഷേ ഹദീസിലുള്ളത് ചൊല്ലലാണ് വേണ്ടത് എന്നാണ് നമുക്ക് ഉസ്താദുമാര് തന്ന ഇജാസത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. പടച്ചവനെ, ഞാൻ നിന്നെ ഞാൻ ശുക്ർ ചെയ്യുന്നു, എനിക്ക് ശുക്ർ ചെയ്യാനുള്ള ഭാഗ്യം അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്ന ഈ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത സമ്മാനാണത്. മുആദ് റളിയല്ലാഹു അൻഹു ആ സമ്മാനം വേറൊരാൾക്ക് കൊടുത്തു, ആ സ്വഹാബി വേറൊരാൾക്ക് കൊടുത്തു. അങ്ങനെ കൈമാറി 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 വന്ന് നമ്മുടെ ഉസ്താദുമാരുടെ അടുക്കലേക്ക് മുറിയാതെ വന്ന ഒരു ദിക്റാണത്. നമ്മുടെ ഉസ്താദുമാർ നമ്മളോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക്കും, മുതഅല്ലിമീങ്ങളെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങൾ ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്ന ഈ ദിക്ർ നിങ്ങൾ മുടക്കാൻ പാടില്ല. അല്ലാഹുവിനെ ഓർമ്മിക്കാനുള്ള അവസരങ്ങളാണ് ഇതിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവർകൾക്ക് ഒരു വിഖ്യാതമായ ഗ്രന്ഥമുണ്ട്, അൽ ഇസ്തിഅദാദു ലിയൗമിൽ മആദ്. മരണശേഷമുള്ള ലോകത്തേക്കുള്ള തയ്യാറെടുപ്പ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ വളരെ രസകരമായി, വളരെ ഹൃദയസ്പർക്കായിട്ട് ഏത് ആൾക്കും, അറബി അറിയുന്ന ഏതൊരാൾക്കും ആ കിതാബ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ടാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറെ ഉപദേശങ്ങൾ, മഹാന്മാരായ സ്വഹാബത്തിന്റെ കുറെ ഉപദേശങ്ങൾ ഉള്ള ഒരു കിതാബാണ് അൽ ഇസ്തിഅദാദു ലിയൗമിൽ മആദ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആ മഹാനവറുകളുടെ ആ കിതാബിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഖംസുൻ മൻ കുന്ന ഫീഹി സഅദ ഫിദ് ദുനിയാ വൽ ആഖിറ. 5 കാര്യം ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ 2 ലോകത്തും വിജയിച്ചു കഴിഞ്ഞു. ഏറെ പാടുപെട്ട് ചെയ്യേണ്ട പണിയൊന്നുമല്ല മഹാനവറുകൾ അതിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തെ കോട്ടുകയാണ്. ഖംസുൻ മൻ കുന്ന ഫീഹി സഅദ ഫിദ് ദുനിയാ വൽ ആഖിറ. 5 കാര്യം ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ 2 ലോകത്തും വിജയിച്ചു കഴിഞ്ഞു. ഈ 5 കാര്യവും അല്ലാ 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 എന്ന ചിന്ത ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. വേറെ പാടുപെട്ട് പണിയെടുക്കേണ്ട ഒന്നും പറയുന്നില്ല. അള്ളാഹുവിൽ അങ്ങ് ലയിച്ചാൽ പിന്നെ അവർക്ക് എല്ലാം എളുപ്പമാണ്. അതുകൊണ്ടാണ് തവക്കുലിന്റെ സ്ഥലങ്ങളിലൊക്കെ തവക്കുലാക്കുന്നത് 2 രൂപത്തിലുള്ള തവക്കുലുണ്ട്. ഒന്ന്, വേറെ ഒന്നും ചിന്തിക്കാതെ അല്ലാഹ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു തവക്കുലുണ്ട്. ഒന്നും അവർ ഭൗതിക ലോകത്ത് ഒന്നും ചിന്തിക്കൂല, അവർക്ക് വേറൊന്നും വിഷയമല്ല. ആ തവക്കുൽ അഫ്ളലായ ശ്രേഷ്ഠമായ ചില ആളുകളെയും കുറിച്ച് മഹാന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട്. അതെ, നമുക്കൊന്നും ചിലപ്പോൾ ആ തവക്കുൽ കഴിയൂല. കാരണം നമ്മൾ എത്ര അല്ലാഹ് എന്ന് വിളിച്ചാലും അതൊരു വിളിയാവൂല. എന്നാൽ അത് അഫ്ളലായ ചില ആളുകളുണ്ട്. അത് അഫ്ളലാകാൻ കാരണം പറഞ്ഞത് ആ തവക്കുലായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ തവക്കുല്. ഭൗതിക ലോകത്തെ ഒന്നിലേക്കും ആശ്രയിക്കാതെ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന തവക്കുൽ, അത് വളരെ അഫ്ളലായ തവക്കുലാണ് അവർക്ക്. നമ്മളെ പോലത്തെ ആളുകൾക്ക്
സബബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗം വന്നു ഡോക്ടറെ കാണിച്ചിട്ട് പടച്ചവനെ മാറ്റിത്തരണേ എന്ന് പറയലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് അത്ര ഈമാനും തഖ്വയൊക്കെ ഉള്ളൂ. നമുക്ക് അഫ്ദൽ അതുമാണ്. ആ നിലക്ക് അള്ളാഹുവിൽ അങ്ങ് ലയിച്ച ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവർ രണ്ടു ലോകത്തും വിജയിച്ചു. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയാണ്, ഒന്നാമത്തെ കാര്യം എന്താണ്? എല്ലാ സമയത്തും അവന്റെ നാവിലൂടെ വരേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ സിക്ർ എപ്പോഴും ചൊല്ലാൻ അവസരം കിട്ടുക എന്നതാണ്. 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാ എന്ന് പറയാൻ അവസരം കിട്ടലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഞാനും എൻ്റെ മുന്നേ വന്നുപോയ സർവ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പരിശുദ്ധമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ആ ദിക്ർ ചൊല്ലണം എപ്പോഴും. കാരണം മരിക്കുമ്പോൾ ചൊല്ലേണ്ട വാചകം അതാണ്. നമ്മൾ എത്ര പഠിച്ചു വച്ചാലും മരിക്കുന്ന സമയത്ത് അത് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ? എന്താണ് കാരണം? ആ മനുഷ്യനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം ജീവിതകാലത്ത് പഠിക്കാത്തത് കൊണ്ടോ മനഃപ്പാടമാക്കാത്തത് കൊണ്ടോ ആണോ? അല്ല അല്ല. ഏറ്റവും പറഞ്ഞ് അനിയന്ത്രിതമായ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇങ്ങനെ നമ്മുടെ നാവിൻ തുമ്പിലൂടെ വന്നുകൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറയലാണ് വിജയിക്കുന്ന മനുഷ്യന്റെ 5 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം. മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞതാണ്, ഏത് സമയത്തും ഫീ കുല്ലി ഹീനിൻ വആൻ, എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവസരം കിട്ടുക എന്നത് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുന്ന ആളുകൾക്ക്, വിജയിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണത്. ഏത് സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ. കാരണം നമ്മൾ ആദ്യം കേട്ട വാചകം അല്ലാഹ് എന്നതല്ലേ? ആദ്യമായി നമ്മൾ കേട്ടത് ജനിച്ചപ്പോ നമ്മുടെ വലത്തെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവിനെയാണ് നമ്മൾ കേട്ടത്. ഇനി അവസാനമായി നമ്മൾ പറയേണ്ടതും അല്ലാഹ് എന്ന വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന വാക്ക് പറഞ്ഞാണ് പിരിയേണ്ടത്. അല്ലാഹയാണ് നമ്മുടെ സർവ്വ വിഷയങ്ങളിലെയും തുടക്കവും ഒടുക്കവും. നിങ്ങൾ നോക്കൂ, നിസ്കാരത്തിന്റെ തുടക്കം തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ. അവസാനിക്കുന്നതോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം വീട്ടുമ്പോ അവസാനമുള്ളത് അല്ലാഹ് എന്നാണ്. ഈ അല്ലാഹ് അല്ലാഹ് എന്നുള്ളത് ഇങ്ങനെ ഖൽബിൽ വന്നുകൊണ്ടേയിരിക്കണം. ബാങ്ക് വിളിക്കുമ്പോ ആദ്യം പറയുന്നത് എന്താണ്? അല്ലാഹു അക്ബർ. ബാങ്ക് അവസാനിപ്പിക്കുന്നതോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഏത് നല്ല പ്രവർത്തനത്തിന്റെയും തുടക്കം ഒടുക്കൊക്കെ അള്ളയാണ്. നമ്മൾ പറയേണ്ടതും കേൾക്കേണ്ടതും ആദ്യം ജനിക്കുമ്പോഴേ കേൾക്കേണ്ടത് അള്ളയാണ്. അതിന് അവസരം ഉണ്ടാക്കണം. ജനിക്കുന്ന കുട്ടിയുടെ ആദ്യത്തെ കേൾക്കേണ്ടത് അല്ലാഹ് എന്ന ആ പദത്തെ കേൾപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മക്കൾ നന്നാകാനുള്ള കാരണങ്ങളിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ മക്കൾ അങ്ങ് നന്നായി കിട്ടും എന്ന് നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇനി മക്കൾ നന്നാകാൻ വേണ്ടി ഏതെങ്കിലും തങ്ങളെ പോയി കണ്ട് ദുആ ചെയ്യിപ്പിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ മക്കൾ നന്നാകാനുള്ള ശ്രദ്ധ ഏത് ഭാര്യ ഭർത്താവിനും വേണം. അല്ലാഹ് എന്ന ചിന്തയിൽ അവർ വരണമെങ്കിൽ ആദ്യം അത് കേൾപ്പിക്കണം. അപ്പൊ മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇവന്റെ എല്ലാ സമയങ്ങളിലും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
5 കാര്യങ്ങളിൽ ഒന്നാമതായി പറഞ്ഞത് ഇതാണ്. അതുകൊണ്ട് നമ്മളും കഴിവിന്റെ പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റൊക്കെ ചൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മഹാന്മാരായ ആളുകളെ സന്നിധിയിൽ പോയാൽ ചിലപ്പോൾ കാണാറുണ്ടല്ലോ, അവർ നമ്മളെ ശ്രദ്ധിക്കുകയില്ല, അവരിങ്ങനെ ദിക്റും ചൊല്ലിക്കൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ഈ ദിക്റിലായിരിക്കും. നമ്മൾ അവരെത്തിക്ക് ഒരുപാട് സമയം ചിലപ്പോൾ ചിലവഴിക്കും. മഹാനായ സീം വലിയുള്ളാഹിന്റെ അടുക്കൽ പോയ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ പോയാൽ ഒന്നും നടക്കില്ല, അവിടെ നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോരും, പിന്നെയും പോകും. അപ്പോഴാണ് എന്ത് തിരിഞ്ഞു നോക്കുക, നോക്കിയിട്ട് എന്തേ വന്നു പോകാം, ഈ വാചകം കേൾക്കാനാണ് അവിടെ പോകുന്നതും. അങ്ങനെ മഹാന്മാരായ ആളുകൾ അവരുടെ എല്ലാ സമയത്തും അവരിങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ഏത് ഘട്ടത്തിലും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അത് അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാനുള്ള ദിക്റാണ്. ഞാനീ പറഞ്ഞത് ഔലിയാക്കളാകുന്നതിന്റെ പിന്നില് വെറുതെ ഇങ്ങോട്ട് ആയതല്ല, അവരെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ അള്ളാഹ് എന്ന അള്ളാഹിന്റെ പൊരുത്തവും അള്ളാഹ് എന്ന വാചകവും അള്ളാഹു എന്ന പദവും ഇതന്നെയാണ് അവരുടെ എല്ലാ സമയത്തും. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു പറയാണ്, 2 ലോകത്തും വിജയിക്കാനുള്ള ഒരാളുടെ അടയാളങ്ങളിൽ രണ്ടാമത്തത് വഇദ ബുതുലിയ ബിബലിയത്തിൻ ഖാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും ഒരു മുസീബത്ത് ജീവിതത്തിൽ വന്നാൽ അവനുടനെ പറയും ലാ ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകുന്നവരാണ്. മുസീബത്ത് വരുമ്പോഴും മനുഷ്യന്റെ ചിന്ത പോകുന്നത് അല്ലാഹ് എന്ന ചിന്തയിലേക്കാണ്. വേറെ അട്ടഹസിച്ച് പടച്ച റബ്ബിനെ പോലും വിശ്വസിക്കാതെ എന്തെല്ലാമോ പറഞ്ഞ് അട്ടഹസിക്കുന്നതിനു പകരം മുസീബത്ത് വരുമ്പോൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹ് എന്നാ പറയേണ്ടത്. നാളെ ഇവിടെ വരുന്ന UK മജീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞല്ലോ, മഹാനവറുകളെ മൂത്ത മകൻ എൻ്റെ കൂടെ ആയിരുന്നു, 9 കൊല്ലം പഠിച്ചിരുന്നു, നന്നായി പഠിച്ചു, ഹാഫിളായി, ആലിമായി. UAE ഉമ്മുൽ ഖൈനിൽ ഒരു പള്ളിയിൽ 4-5 വർഷം ഇമാമും ഖത്തീബുമായി സേവനം അനുഷ്ഠിക്കുന്നതിനിടയിൽ ചെറിയൊരു ഊരവേദന വന്നു. നാട്ടിൽ വന്നു, ചെക്കപ്പ് നടത്തി, നോക്കുമ്പോൾ ക്യാൻസറാണ്. അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ ഉണ്ടാകുന്ന ഒന്നാണ് മകന്റെ വേർപാട്, പെട്ടെന്നുള്ള വേർപാട്. പക്ഷെ ആ സമയത്ത് മഹാനവറുകളുടെ ഹിമ്മത്തും മഹാനവറുകളുടെ ആ ഒരു ആത്മധൈര്യവും നേരിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും മഹാനവറുകളെ മുന്നിൽ ആദ്യം വന്ന് നോക്ക്. നിസ്കരിക്കാൻ വരുമ്പോൾ പള്ളിയിൽ ആദ്യം വന്ന് മുന്നിൽ തന്നെ ഇരുന്ന് എല്ലാവരോടും കാര്യം പറയുന്നു. എൻ്റെ മകൻ മരണപ്പെട്ടു പോയി, സമയം അവൻ്റെത് വേസ്റ്റ് ആയിട്ടില്ല. ബോധം വെച്ച കാലം മുതൽ മദ്രസയിൽ പോയി, അവിടുന്ന് പിന്നെ ഹിഫ്ദിൽ പോയി, പിന്നെ മുത്തഅല്ലിമായി, പിന്നെ ഒരു ആലിമായി, പിന്നെ പള്ളിയിലെ ഇമാമായി. അങ്ങനെ മാത്രമാണ് അവൻ്റെ ജീവിതം കഴിഞ്ഞ 35-37 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവന്റെ ജീവിതം വെറുതെ ആയിട്ടില്ല, നല്ല റാഹത്തുള്ള മരണാണ്. അതിലെനിക്ക് സന്തോഷാണ്. അങ്ങനെ ജീവിച്ചു മരിച്ചല്ലോ എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് മഹാനവറുകൾ പറയാൻ. ഒരു ടെൻഷനും എനിക്ക് അതിലില്ല. നല്ല റാഹത്തിലുള്ള പിരിഞ്ഞുപോക്കാണ്. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ എന്ന് മഹാനവറുകൾ ദുആ ചെയ്ത് ആ ഒരു പ്രയാസത്തെ, മുസീബത്തിനെ ഏറ്റെടുക്കുകയാണ്. അതിൽ അട്ടഹസിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് നേരിട്ട് അനുഭവിച്ച് എന്നിട്ട് പഠിപ്പിച്ചു തന്ന അയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 7 മക്കൾ അള്ളാഹു നൽകിയതിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് മുമ്പ് തന്നെ 6 മക്കളുടെയും ജനാസ ഖബറിൽ ഇറക്കി വെച്ചത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. എന്തൊരു ടെൻഷനായിരിക്കും. ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു പോയി, 6 വയസ്സാകുമ്പോ ഉമ്മ പിരിഞ്ഞുപോയി. അങ്ങനെ അതാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിക്കുന്ന കാലത്ത് തന്നെ
പ്രിയപ്പെട്ട മക്കളെല്ലാം, ഫാത്തിമ ബീബി അല്ലാത്ത മക്കളെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ പിരിഞ്ഞുപോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ക്ഷമിച്ചവരാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് വിജയിക്കുന്ന മനുഷ്യന്റെ അടയാളം മുസീബത്ത് വരുമ്പോൾ വാവിട്ട് കരയുന്നതിനു പകരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഒരു ബോധം നമുക്ക് വേണം. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രം ലഭിച്ച് പ്രയാസങ്ങളൊന്നുമില്ലാതെ ഇവിടെ ജീവിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. മുഅ്മിൻ എപ്പോഴും പ്രതീക്ഷയുടെയും പേടിയുടെയും ഇടയിലാണ്. അവന് ചിലപ്പോൾ നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കും, ചിലപ്പോൾ പ്രയാസങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കും. ഈ സമയങ്ങളിലെല്ലാം അനുഗ്രഹം ലഭിക്കുമ്പോഴും മുസീബത്ത് വരുമ്പോഴും ഖൽബ് തിരിയുന്നത് അല്ലാഹുവിലേക്കാണ്. ഇന്നാ ലില്ലാഹ്. വിജയിക്കുന്ന മനുഷ്യന്റെ രണ്ടാമത്തെ അടയാളമാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് എണ്ണിയിട്ട് അവസാനിപ്പിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മൂന്നാമതായ ഒരു കാര്യമുണ്ട്. വൈദാ ഉഅ്തിയ ബിനിഅമത്തിൻ, ഒരടിമക്ക് അല്ലാഹു തആല ഒരു അനുഗ്രഹം കൊടുത്താൽ ഖാല അൽഹംദുലില്ലാഹ്. അനുഗ്രഹം കിട്ടുമ്പോഴും അവൻ പറയുന്നത് അൽഹംദുലില്ലാഹ് എന്നാണ്. ശുക്രിന് വേണ്ടി പറയുന്ന വാചകമാണത്. കിട്ടുമ്പോൾ, അനുഗ്രഹം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് പറയണം. ഇനി നമ്മളൊന്ന് ആലോചിക്കണം, അനുഗ്രഹം കിട്ടിയിട്ട് അൽഹംദുലില്ലാഹ് എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഇന്നത്തെ വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഒരു പേനയും പേപ്പറും എടുത്തൊന്ന് എഴുതി നോക്കൂ, എത്ര അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത് എന്ന്. നമുക്ക് എണ്ണിയിട്ട് എഴുതിയിട്ട് തീരില്ല. അത്രയും വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. ചെറിയ അനുഗ്രഹങ്ങളൊന്നുമല്ല. അൽഹംദുലില്ലാഹ് പറയാൻ നിന്നാൽ, ശുക്ർ പറയാൻ നിന്നാൽ എത്ര പറഞ്ഞാലും ആ പറയാൻ അല്ലാഹു തആല തൗഫീഖ് തന്നതിന് വീണ്ടും ഒരു ശുക്ർ കൂടെ പറയേണ്ടി വരും. എന്നല്ലാതെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, കൊറോണ കാലത്താണ് നമ്മള് 18 കോടി ഒരു കുട്ടിക്ക് വേണ്ടി പിരിപ്പിച്ചത്. ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ 18 കോടിയുടെ ഒരു മരുന്ന്, ചെറിയ ഒരു വാക്സിൻ, ഒരു ചെറിയ ഒരു മരുന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണം. അതിന് 18 കോടി വേണം. കേരളം കൈപിടിച്ചു. 18 കോടി ഉള്ളത് 26, 27 കോടി കിട്ടി. പക്ഷെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ സാധനം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തആല നേരത്തെ നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല 18 കോടിക്ക് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി നെട്ടോട്ടമോടി ഉണ്ടാക്കിയ ആ സാധനം ഉണ്ടല്ലോ, അത് നമ്മളിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിപ്പോ ഇങ്ങനെ നിവർന്നു നിൽക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നത്. അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ അവയവങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഈ രൂപത്തിൽ അല്ലാഹു തആല മാറ്റി തന്നു. ഇത്ര സൗന്ദര്യമുള്ള ശരീരം തന്നു. എത്ര വലിയ അനുഗ്രഹമാണ്. കണ്ണിന് കാഴ്ച തന്നു അല്ലാഹു. അൽഹംദുലില്ലാഹ് ഒന്ന് നന്നായി ചിന്തിച്ചിട്ടൊന്ന് പറയേണ്ടതില്ലേ? കാഴ്ചയില്ലാത്ത എത്ര ആളുകളുണ്ട്, കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത എത്ര ആളുകളുണ്ട്. 40-60 ലക്ഷങ്ങൾ മുടക്കിയിട്ട് കിഡ്നി ഫെയിലായതിന്റെ പേരിൽ ഡയാലിസിസ് ചെയ്ത് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി പണം പിരിക്കുന്ന എത്രയോ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് വാട്സപ്പുകൾ. പടച്ച റബ്ബ് എന്റെ കിഡ്നിക്കൊന്നും തന്നില്ല. ആന്തരികമായ അവയവങ്ങൾ, ആ അവയവങ്ങൾ ഓരോന്നും നിയന്ത്രിക്കുന്നു. അനുനിമിഷം അല്ലാഹു തആല ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഒരു നിമിഷത്തെ ഉത്തരവാദിത്വം ഒരു ഡോക്ടർ ഏറ്റെടുക്കുമ്പോൾ അയാൾ ചോദിക്കുന്ന വില എത്രയാണ്? ആ വിലക്കാണ് ആളുകൾ നെട്ടോട്ടമോടുന്നത്. ഇത് അനുനിമിഷം, സെക്കൻഡുകളിൽ, ഓരോ നിമിഷവും അല്ലാഹു തആല നിയന്ത്രിക്കുകയാണ്. കൊറോണ കാലത്താണ് നമ്മൾ ഓക്സിജന്റെ വില അറിഞ്ഞത്. കൊറോണ കാലത്ത് ഓക്സിജന്റെ സിലിണ്ടറുകൾ തെരഞ്ഞിട്ട് പോകാൻ തുടങ്ങിയ ആളുകൾ എത്ര പണം കൊടുത്താണ് ഓക്സിജൻ വാങ്ങിയത്? നമ്മൾ എത്ര വയസ്സായി? ഈ 60, 70, 40, 30, 20 വയസ്സ് ജീവിച്ച ആളുകൾക്ക് ഓക്സിജൻ അനുനിമിഷം അവൻ വലിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ തരുന്നത്? അല്ലാഹു ദാ ഈ മരങ്ങളൊക്കെ സംവിധാനിച്ചു.
ഇവരിവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും, എന്നിട്ട് ഓക്സിജൻ പുറന്തള്ളും, നമ്മൾ ആ ഓക്സിജൻ വലിച്ചെടുക്കും. ഇത് അല്ലാഹു തആല നമുക്ക് വേണ്ടി സംവിധാനിച്ചു. ഈ അല്ലാഹു തആലയെ ഓർക്കണം, അവൻ തന്ന അനുഗ്രഹത്തെ കുറിച്ച് അനുനിമിഷം ഓർക്കുകയും അൽഹംദുലില്ലാഹ് പറയുകയും വേണം. ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാത്ത എത്ര ആളുകളുണ്ട്? നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ പറയേണ്ടതില്ലേ? കാരണം ഉറക്കിൽ മരിച്ചുപോയി എത്ര ആളുകൾ. വാഹനത്തിൽ കയറിയിട്ട് യാത്ര ചെയ്തു, നല്ല റാഹത്തായിട്ട് സ്ഥലത്തെത്തി, അല്ലാഹുവിനൊന്ന് സ്തുതിക്കേണ്ടതില്ലേ? കാരണം യാത്ര പുറപ്പെട്ട് സലാം പറഞ്ഞ് നടന്നുപോയവർ, പിരിഞ്ഞുപോയവർ, വാഹനത്തിൽ സഞ്ചരിച്ചവർ, പിന്നെ എത്ര പേര് തിരിച്ചു വരാത്തതുണ്ട്. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ വാട്സപ്പുകളിൽ, ഹാഫിൽ ഷാമിൽ സഖാഫി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ സമ്മേളനത്തിൽ ബിരുദം വാങ്ങിയതാണ്. 24 വയസ്സുകാരനാണ്. പക്ഷേ വാഹനത്തിൽ രാവിലെ സഞ്ചരിക്കുമ്പോൾ മറ്റൊരു വാഹനം വന്നിടിക്കുന്നു. ആ ചെറുപ്പക്കാരനായ ഹാഫിളായ പണ്ഡിതൻ ആ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോകുന്നു. അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകട്ടെ. നമ്മളത്തെ യാത്ര ചെയ്യുന്നവരാണ്, നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരില്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഇലക്ഷൻ നടന്നത്, എത്ര പേരാണ് ഇലക്ഷന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ മരിച്ചു വീണത്? ഈ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ചൂട് കൊണ്ട്, ചൂടിന്റെ വല്ലാത്ത ആഘാതമേറ്റ് മരണപ്പെട്ടു പോയവർ എത്രയുണ്ട്. ഇങ്ങനെ അനുനിമിഷം അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നാം ഒന്നിരിക്കുകയാണെങ്കിൽ, ഇരുന്ന സ്ഥലത്തുനിന്ന് അൽഹംദുലില്ലാഹ് നിർത്തിയിട്ട് എഴുന്നേൽക്കാൻ കഴിയില്ല. കാരണം അത്രയും വലിയ അനുഗ്രഹങ്ങളാണ്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ പോയി കണ്ടു നോക്കണം. അദ്ദേഹം പറയും, എന്തൊരു വല്ലാത്ത പ്രയാസമാണ്. കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കാണാമായിരുന്നല്ലോ, ഖുർആനിലേക്കൊന്ന് നോക്കാമായിരുന്നല്ലോ, നല്ല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാമായിരുന്നല്ലോ, വേറെ ഏതെങ്കിലും അവയവത്തിനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കണ്ണായി പോയല്ലോ. കാഴ്ച നഷ്ടപ്പെട്ടവന്റെ വേവലാതി അതാണ്. കാല് നഷ്ടപ്പെട്ടയാളെ അടുത്ത് പോയി നോക്കൂ, അവൻ പറയും കാലായി പോയി, അതാണ് ഏറ്റവും വലിയ പ്രയാസം. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കാലുണ്ടെങ്കിലും നടക്കാൻ പറ്റുമായിരുന്നല്ലോ, എനിക്ക് കാഴ്ചയില്ലെങ്കിലും പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുമായിരുന്നു. കാലില്ലാത്തത് കൊണ്ട് പ്രയാസം തന്നെ. ഇതെല്ലാം അല്ലാഹു തആല റെഡിയാക്കി തന്നതാ. ഈ 5 വിരലുണ്ടല്ലോ കാലിലും കയ്യിലും ഒക്കെ ഉള്ള, ഇതിലേതെങ്കിലും ഒരു വിരൽ പോയാൽ മതി, നമ്മുടെ ബാലൻസ് പോകും. കാലിലെ 5 വിരലുള്ള ആൾക്ക് ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ അവന്റെ നടത്തത്തിൽ പ്രശ്നം വരും. അല്ലാഹു തആല ഇത് കൃത്യമായിട്ട് സംവിധാനിച്ചത് കൊണ്ടാണ് നമുക്കൊരു കുഴപ്പമില്ല എന്നിപ്പോ തോന്നുന്നത്. ഇതൊന്നും തിരിച്ചെടുക്കാൻ വലിയ പണിയില്ല, സെക്കൻഡ് കൊണ്ട് അള്ളാഹുവിന് തിരിച്ചെടുക്കാനും പറ്റും. ഇതെല്ലാം കിട്ടിയിട്ട് പിന്നെ പടച്ചവനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണ്? 5 വക്ത് നിസ്കരിക്കാൻ പോലും അവന് തയ്യാറാകുന്നില്ലെങ്കിൽ, ഈ തന്ന അള്ളാഹുവിനെ കുറിച്ചൊരു ഓർമ്മയില്ലെങ്കിൽ, ഈ ഔലിയാക്കളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്ത് കാര്യം? അള്ളാഹുവിനുള്ള ഓർമ്മ നമ്മളെ കൽബിൽ വരികയാണ് വേണ്ടത്. പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ അനുനിമിഷം നമ്മളിങ്ങനെ ആലോചിക്കണം. വിവാഹം കഴിഞ്ഞു മക്കളെ തന്നു, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്ര പേരുണ്ട്? മക്കളെ ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയാണ്? ആ ലബ്ധിയിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതില്ലേ? ജീവിതത്തിലെ ഏതേതു നിമിഷവും പടച്ച റബ്ബ് തന്നതാണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് പിന്നെ അവന്റെ ജീവിതത്തിൽ അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മാറാൻ പറ്റുമോ? 5 വഖത്ത് നിസ്കരിക്കാത്തവൻ നിസ്കരിച്ചു തുടങ്ങും. ഈ ചിന്ത ഒന്നുകൂടെ കൂടിയാൽ അവൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഖുർആൻ പറഞ്ഞില്ല വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ തന്നെ ഒന്ന് ശരിക്കും നിരീക്ഷിക്കൂ, അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ
അവയവവും ഈ ശരീരം മൊത്തൊന്ന് ശരിക്കും ആലോചിച്ചാൽ മതി. പടച്ച റബ്ബ് തന്നിട്ടുള്ള അനുഗ്രഹം എത്രയാണെന്ന് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ നിസ്കരിക്കാത്തവന് നിസ്കരിക്കാൻ തോന്നും. 5 വഖ്ത് ഫർള് നിസ്കരിക്കുന്നവൻ വീണ്ടും ആലോചിക്കുമ്പോൾ അവന് റവാത്തിബ് ഒഴിവാക്കാൻ പറ്റുമോ? 10 റക്അത്തെങ്കിലും മുഅക്കദായ റവാത്തിബ് അവൻ നിസ്കരിക്കൂലേ? മതിയാകില്ല. 22 റക്അത്ത് സുന്നത്തും അവൻ നിർബന്ധമായും സുന്നത്ത് നിർബന്ധ ബുദ്ധിയോടെ എടുക്കാൻ അവൻ തുനിയും. കാരണം അല്ലാഹ് എന്ന ചിന്ത ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ. കഴിഞ്ഞ റമദാന്റെ തൊട്ടു മുമ്പ് UAE പോയിരുന്നു. അപ്പൊ UAE ആഫ്രിക്കയിൽ നിന്ന് യാത്ര കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവിടെ ദുബായിലെത്തി. രാത്രി ഏകദേശം 2-2:30 മണിക്കാണ് ദുബായ് മർക്കസിൽ എത്തുന്നത്. 16 മണിക്കൂറോളം യാത്ര കഴിഞ്ഞിട്ടാണ്, ഫ്ലൈറ്റിൽ യാത്ര കഴിഞ്ഞ് ഇരുന്നിട്ടാണ് വരുന്നത്. അപ്പൊ മഗ്രിബ് ഇശാഉം പിന്തിച്ച് ജമാക്കിയതാ. 2:30 മണിക്കൊക്കെ അവിടെ എത്തിയപ്പോ അവിടെയുള്ള ആളുകൾ സുലൈമാൻ ഉസ്താദ് വരല്ല, അവർ വേഗം ഉസ്താദിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. നല്ല ചായയൊക്കെ ഉണ്ടാക്കി ഉസ്താദിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഉസ്താദ് നേരെ ഇറങ്ങിയിട്ട് എന്തോ ഒരു അസ്വസ്ഥത. ബാത്റൂം എവിടെയെന്നാ ചോദിക്കുന്നത്. ബാത്റൂം പോയിട്ട് വേഗം വുളു എടുത്തിട്ട് വരികയാണ്. നിസ്കരിച്ചില്ല, ചായയൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ കൂടെ കുറച്ച് സഹയാത്രികരുണ്ട്. നല്ല ക്ഷീണമുള്ള സമയമാണ്. അങ്ങനെ അവര് ആ 2:30-3 മണി സമയത്ത് വന്ന് മഗ്രിബ് ആദ്യം നിസ്കരിച്ചു. പിന്നെ ഇശാ അത് ഖസറാക്കിയിട്ട് ഇശാ നിസ്കരിച്ചു. യാത്രാ സംഘത്തിലെ ആളുകളൊക്കെ ക്ഷീണം കൊണ്ട് പലരും എണീച്ചു. പക്ഷെ സുലൈമാൻ ഉസ്താദ് എണീച്ചില്ല. വീണ്ടും മഗ്രിബിന്റെയും ഇശാഇന്റെയും സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞപ്പോഴും കൂടെയുള്ളവർ കാത്തിരിക്കുകയാണ് ഈ ചായ കൊടുക്കാൻ വേണ്ടി. അപ്പോഴും എഴുന്നേറ്റില്ല. പിന്നെ എഴുന്നേറ്റുന്ന 11 റക്അത്ത് വിത്ർ. എപ്പോഴാ അത്? രാത്രി 3 മണിക്ക് ശേഷമൊക്കെയാണ്. എപ്പോഴാ ഈ സമയം? ദീർഘമായി 10-16 മണിക്കൂർ, അതിലേറെ ദിവസങ്ങളായിട്ട് യാത്ര കഴിഞ്ഞ് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. രാത്രിയാണ്. ഫർള് നിസ്കരിച്ചാൽ തന്നെ എല്ലാവരും പറയും ഈ പ്രായത്തിൽ അത്രക്ക് മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ വിത്ർ 11 റക്അത്തും നിസ്കരിക്കുന്നു. മതിയാകുന്നില്ല അവർക്ക്. വെറുതെ എല്ലാവരൊന്നും വലിയ വലിയ ആളുകളാകുന്നത്. എത്ര നിസ്കരിച്ചാലും മതിയാകുന്നില്ല. ഏത് തിരക്കിലും ഹദ്ദാദ് അവർ ഒഴിവാക്കാറില്ല. ഏത് തിരക്കിലും അവർ നിത്യമായി ചെയ്തു വരുന്ന ഒരു വിറുതും നഷ്ടപ്പെടുത്താറില്ല. നമുക്കൊരു വിറുതുമില്ല. നമുക്കൊരു ദിക്റും സ്വലാത്തും പ്രത്യേകമായി ദിവസവും ചൊല്ലാനില്ല. എന്നാലും 5 വഖ്ത് നിസ്കാരം പോലും നിർവഹിക്കാൻ നമുക്ക് വളരെ ടൈം കുടുസായി പോവുകയാണ്. തിരക്കിലാണ്, ഓട്ടത്തിലാണ്. 24 മണിക്കൂറിൽ 5 വഖ്ത് നിസ്കരിക്കാൻ ഒരു പക്ഷെ 25 മിനിറ്റ് എടുത്തേക്കാം. ആ 25 മിനിറ്റ് നല്ല നിലക്ക് നമുക്ക് ലഭിക്കുന്നില്ല. ആലോചിച്ചു നോക്കൂ. 50 വഖ്ത് ആയിരുന്നല്ലോ നിസ്കാരം. ആ 50 വഖ്ത് ഇന്നും അതുപോലെ നിലനിൽക്കുന്നുവെങ്കിൽ ഓരോ അരമണിക്കൂറിലും നിസ്കാരം വരില്ലായിരുന്നോ? നമുക്ക് നിസ്കരിക്കലല്ലേ പിന്നെ പണിയുണ്ടാകുമായിരുന്നുള്ളൂ. ആ 50നെ ചുരുക്കിയല്ലേ അല്ലാഹു തആല 5 ആക്കി തന്നത്. എന്നിട്ട് പറഞ്ഞതോ 5 നിസ്കരിച്ചാൽ 50ന്റെ കൂലിയുണ്ടെന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യമാണത്. ആ 5 വഖ്ത് നമ്മൾ നിസ്കരിക്കണം കൃത്യമായി. ഞാൻ പറഞ്ഞത് അല്ലാഹ് എന്ന ചിന്ത, അവൻ തന്ന അനുഗ്രഹം നമ്മുടെ ഖൽബിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ ഫർളിൽ നമ്മൾ നിർത്തില്ല. പിന്നെ റവാത്തിബ് നിസ്കരിക്കും. കൃത്യമായി വിത്ർ നമ്മൾ നിസ്കരിക്കും. ളുഹായും തഹജ്ജുദും നമ്മൾ നിസ്കരിക്കും. കൃത്യമായി ഇങ്ങനെ നിസ്കാരത്തിന് വരും. ഒരൊറ്റ ജമാഅത്തും മുഅ്മിനീങ്ങളെ നമ്മൾ മുടക്കില്ല. പ്രത്യേകിച്ച് സുബഹിന്റെ ജമാഅത്ത് മുടക്കാൻ കഴിയില്ല. ഇശാഇന്റെ ജമാഅത്ത് മുടക്കാൻ സാധ്യമല്ല. കാരണം രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി ലഭിക്കും. സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന് വേണ്ടി വന്നാൽ മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ജമാഅതൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി. രാത്രിയിൽ മുഴുക്കെ നിസ്കരിച്ച കൂലി ലഭിക്കും. സുബഹിക്ക് ജമാഅത്തിന് വേണ്ടി ഒരു പുരുഷൻ പള്ളിയിൽ വന്നാൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം സുബഹിക്ക്.
ഇശാഇന്റെ ജമാഅത്തായി നിസ്കരിച്ചാലോ, രാത്രിയിൽ ജമാഅത്തായി ഇശാ നിസ്കരിച്ചാൽ ഫകഅന്നമാ സ്വല്ലാ നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലിയാണ്. ഇതൊന്നും മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ വെറുതെ നഷ്ടപ്പെടുത്തൂല. പടച്ചവൻ തന്ന അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അൽഹംദുലില്ലാ പറയണം എന്നാ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ അൽഹംദുലില്ലാ ഇല്ലേ അതിന്റെ അവസാനം? അതെന്തിനാ? ഭക്ഷണം കഴിച്ചിട്ടൊരു അൽഹംദുലില്ലാ നമ്മൾ പറയാറുണ്ട്. എന്തിനാണ് അൽഹംദുലില്ലാ? ഭക്ഷണം ഈ റാഹത്തായിട്ട് കഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി എത്ര പണക്കാരുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, മേലോട്ട് നോക്കിയിട്ട് അവർക്ക് ഈ വായിലൂടെ ഒരു ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്തോ കുഴിച്ചിട്ട് ഇതിലെ പൈപ്പിലൂടെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മൂക്കിലൂടെ പൈപ്പ് ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. നമുക്കോ നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, രുചി അറിയുന്നുണ്ട്, ഏത് ഭക്ഷണത്തിന്റെയും സ്വാദ് നമ്മൾ അറിയുന്നുണ്ട്. എന്തുകൊണ്ട്? ഒരു കുഴപ്പവും